15 ദിവസത്തിനുള്ളിൽ പരിഹാരം പറഞ്ഞ മന്ത്രി 4 വർഷത്തോളമായി ഒരു തരത്തിലുള്ള നീതിയും എൻ്റെ അടുക്കലേക്ക് എത്തിയിട്ടില്ല. അപ്പം ചെറിയ ഒരു തുച്ഛമായ പ്രഖ്യാപനം നടത്തി സമാശ്വാസം ഹർഷിനക്ക് നൽകിയില്ല എന്നുള്ളൊരു നഷ്ടപരിഹാരം നൽകുന്നു എന്ന് പറഞ്ഞാണ് അന്ന് അത് പ്രഖ്യാപിച്ചത്. അങ്ങനെ നമ്മളെ അവഗണിച്ചിട്ട് ഞാൻ 5 വർഷം വയറിൽ കത്രിക പേറി ജീവിച്ചതിനേക്കാൾ ഇപ്പോഴനുഭവിക്കുന്ന ശാരീരിക വേദനയേക്കാളേറെ ഞാൻ അനുഭവിച്ച മാനസിക വേദനയാണ്. ഇത്രയും പ്രയാസം അനുഭവിച്ച ഒരാൾക്ക് നീതി ഇന്ന് ലഭ്യമാകും നാളെ ലഭ്യമാകുന്നു എന്ന് കാത്തു നിന്നിട്ട് ഒരു തരത്തിലുള്ള നീതി എത്തിയില്ല. അഹങ്കാരത്തിന്റെ ഒരു ശബ്ദമാണ് നമുക്കിപ്പം കേൾക്കാൻ കഴിയുന്നത്. ഇതുവരെ നമ്മൾ കാത്തിരുന്നു എന്തെങ്കിലും രൂപത്തിൽ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നുള്ളത്. ഞാനൊരു അമ്മയാണ്. ഹർഷിന അനുഭവിച്ച വേദന ഒരിക്കലും ഒരാളും അനുഭവിക്കാൻ പാടില്ലാത്തതാണ്. തീർച്ചയായും അർഹമായ നഷ്ടപരിഹാരവും ചെയ്തവർക്കെതിരെ നടപടിയും എടുക്കുമെന്ന് പറഞ്ഞിട്ട് ചെയ്തവർക്കെതിരെ ഇന്ന് വരെ ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല. നമുക്ക് അർഹമായ നഷ്ടപരിഹാരവും നമുക്ക് നൽകേണ്ട നീതിയോ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇപ്പൊ നമ്മൾ സർക്കാരിനോട് ചോദിക്കുമ്പോൾ എപ്പോഴും അവരുടെ ഒരു വാദം ഹർഷിനയ്ക്ക് ഒപ്പമാണെന്നാണ്. പക്ഷെ അത് പ്രാവർത്തികമാകുന്നില്ല എന്നാണോ? വാക്കുകൾ കൊണ്ടൊപ്പം ഉണ്ടായിട്ട് എന്ത് കാര്യം? പ്രവൃത്തി കൊണ്ടൊപ്പം ഉണ്ടാകുന്നവരോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. പ്രവൃത്തി കൊണ്ട് എന്തായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കൊരു രാഷ്ട്രീയമില്ല, എനിക്കൊരു രാഷ്ട്രീയ ലക്ഷ്യമില്ല. ഞാൻ നടത്തിയ ഇത്രയും വേദനയോട് കൂടി 110 ദിവസത്തോളം തെരുവിൽ വെയിലും മഴയും പൊടിയും കാറ്റുമായിട്ട് നമ്മളെ കൂടെ ദിനേശ് ചേട്ടൻ ഇവിടെ ഉണ്ട്, ദിനേശ് പെരുമാണ. നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെ കൂടെ അത്രയും സഹോദര തുല്യനായി നിന്ന് ഇത്രയും നമ്മൾ പോരാട്ടം നടത്തിയിട്ടും ആ ഒരു വേദനക്ക് പോലും രാഷ്ട്രീയ സമരം എന്ന് പറഞ്ഞ് പുച്ഛിച്ച ആളുകളാണ് ഇവര്.